മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചെങ്കിലും പിൻസീറ്റിലേക്ക് തള്ളപ്പെട്ട നിരാശയിലാണ് ഏക്നാഥ് ഷിൻഡെ. അധികാരം പരിമിതമായതോടെ ഡിസംബർ 11 നടക്കുന്ന മന്ത്രിസഭാ വികസനത്തിൽ വകുപ്പുകളുടെ ന്യായമായ വിഹിതം ലഭിച്ചില്ലെങ്കിൽ ഷിൻഡെയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാവും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ചെങ്കിലും വലിയ വിജയത്തിന് ശേഷം പിൻസീറ്റിലേക്ക് തള്ളപ്പെട്ടതിനു പുറകെ ആശങ്കയിലാണ് മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. മുഖ്യമന്ത്രി പദം BJP കൈയടക്കിയപ്പോൾ പകരം ആഭ്യന്തരമാണ് ഷിൻഡെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ അമിത്ഷാ വലിയേട്ടം കളിച്ചതോടെ നിരാശനായാണ് ഷിൻഡെ മടങ്ങിയത്. തുടർന്ന് നിർണായക യോഗങ്ങൾ റദ്ദാക്കി അതൃപ്തി പരസ്യമാക്കി. ഫട്നാവിസിന് കീഴിൽ ഉപമുഖ്യമന്ത്രിയാകില്ലെന്ന നിലപാടിൽ ചർച്ചയ്ക്ക് പോലും മുഖം കൊടുക്കാതെ 10 ദിവസത്തോളം BJPയെ ഷിൻഡെ വട്ടം കറക്കി. സത്യപ്രതിജ്ഞ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചും അജിത് പവാറിന് വകുപ്പ് ചർച്ചകൾക്കായി ഡൽഹിയിലേക്കും വിളിപ്പിച്ചും BJPയും സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചു. ഇതാണ് ഷിൻഡെയെ വെട്ടിലാക്കിയത്. അധികാരമോഹികളായ MLAമാർ ഷിൻഡെയുടെ നിലപാടിനെ പിന്തുണച്ചില്ല. മന്ത്രിസഭയുടെ ഭാഗമായില്ലെങ്കിൽ ഷിൻഡെയുടെ പ്രഭാവത്തിന് മങ്ങലേൽക്കുമെന്ന് പറഞ്ഞായിരുന്നു അനുനയിപ്പിച്ചത്. ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും വകുപ്പുകളുടെ ന്യായമായ വിഹിതം ലഭിക്കാൻ കടമ്പകളേറെയാണ്. സഖ്യത്തിൽ അജിത് പവാറിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഷിൻഡെയ്ക്ക് തലവേദനയാകും. മന്ത്രിസഭയിൽ അധികാരം പരിമിതമായതോടെ കൂടെയുള്ള MLAമാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. ഡിസംബർ 11 മന്ത്രിസഭാ വികസനം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.